ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സബ്ജക്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് അക്കൗണ്ടിംഗ് പ്രോസസ്സ്. മുമ്പ് പറഞ്ഞ 2 യൂണിറ്റും തിയറി പോർഷനാണ്. മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ജേണൽ എൻട്രി ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് ഇത്തിരി തിയറി കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് ടേംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതാണ്. ഒന്ന്, എന്താണ് ട്രാൻസാക്ഷൻ, അക്കൗണ്ട് എന്താണ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി എന്താണ്, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണ് ഈ ഒരു യൂണിറ്റിൽ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്? എവറി ഡേ there are numerous transactions in a business which may be recorded in a books of accounts. For example, purchase of goods for cash, selling goods for cash, അങ്ങനെ കുറേ വേജ് പേയ്മെൻറ്റ്, റെസിപ്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ നടത്തുന്ന ഇടപാടുകളെ നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അത് ക്യാഷിൻ്റെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആവാം. അടുത്ത കാര്യം വരുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. എവറി ട്രാൻസാക്ഷൻ ദെയർ ആർ 2 ആസ്പെക്ട്സ്. അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് സാധാരണ ഫോളോ ചെയ്യുന്നത്. അതായത് എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ഉണ്ട്. Receiving aspects and giving aspects. Recognizing as well as recording both these aspects in the books of account is called double entry bookkeeping. Journal entry എഴുതുമ്പോൾ നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് 2 ലൈനാക്കിയിട്ട് 2 ട്രാൻസാക്ഷൻ അവിടെ എഴുതും. 2 ട്രാൻസാക്ഷൻ അല്ല, 2 ആസ്പെക്ട്സ് ആയിട്ട്, അതായത് 2 അക്കൗണ്ടിൽ നമ്മൾ അത് എഴുതും. ഇത് ജേണൽ എൻട്രിയിലാണ് എഴുതുക. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ നെയ്മഡ് ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് 1494 ആണ് ഈ ഒരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം അത് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക എന്നുള്ളത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വേർഡാണ് എൻട്രി. എൻട്രി മീൻസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ജേണൽ എൻട്രി ആയാലും ലെഡ്ജർ ആയാലും നമ്മൾ അതിലെഴുതുന്ന ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷന് നമ്മൾ ഒരു എൻട്രി എന്നാണ് പറയുക. അപ്പോൾ എൻട്രി എന്നുള്ള വാക്ക് നമ്മളവിടെ കേൾക്കും. പിന്നെ പലപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഇത് നന്നായി മനസ്സിലാക്കുക. ഇൻ എ ബിസിനസ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആർ വെരി കോമൺ. എ ഡെബ്റ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡെപ്റ്റഡ് ടു അനദർ ഫോർ സം എമൗണ്ട്. ദറ്റ് ഈസ് എ പേഴ്സൺ ഹൂ ഓവ്സ് സംതിങ് വാല്യൂ ടു അനദർ. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ ബോറോവ്ഡ് 1000 ഫ്രം മിസ്റ്റർ ബി. ഹിയർ മിസ്റ്റർ എ ഈസ് ഡെബ്റ്റർ. ശരിക്കും ഇതിന് പറഞ്ഞാൽ കടം വാങ്ങിയ ആൾ ആണ് ഡെബ്റ്റർ എന്ന് പറയുക. എ കടം വാങ്ങി ബിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ എ ആണ് ആര്? ഡെബ്റ്റർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രെഡിറ്റർ ആവുക. ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ഹും സംതിങ് വാല്യൂ ഡ്യൂ ഫ്രം അനദർ. ഇൻ ദി എബവ് കേസ് മിസ്റ്റർ ബി ഈസ് എ ക്രെഡിറ്റർ. മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ആണ് ക്രെഡിറ്റർ. അതായത് ആരെടുത്തു നിന്നാണോ നമ്മൾ ക്യാഷ് കടം വാങ്ങിച്ചത് അയാൾ നമുക്ക് ക്രെഡിറ്റർ ആയിരിക്കും. അപ്പോൾ ഡെബ്റ്ററും ഉണ്ട്, ക്രെഡിറ്ററും ഉണ്ട്. പിന്നെ ട്രേഡ് ഡെബ്റ്റേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. In a business, it is common for a goods to be sold and bought on credit.
The customers who buy goods on credit are known as trade debtors, and the suppliers from goods are purchased on credit are called trade creditors. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ അല്ല, മുകളിൽ പറഞ്ഞ ആ ഡെപ്റ്ററും ക്രെഡിറ്ററും മനസ്സിലാക്കിയാൽ ഇതുകൂടെ മനസ്സിലാവും. ദെൻ അക്കൗണ്ട്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി അവസാനം അതിനൊരു അനലറ്റിക്കൽ ഡോക്യുമെൻ്റ് കൂടി ഉണ്ടാക്കും. അപ്പോഴാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ എൻഡ് ആവുക. അതായത് ജേണൽ എഴുതുന്നു, ലെഡ്ജർ എഴുതുന്നു, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ ജേണൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അക്കൗണ്ടാണ്, അതായത് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ഇതിന് നമുക്ക് ഓരോന്നിനും ഓരോ അക്കൗണ്ട് എന്ന് പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻ ആർ നമ്പർലെസ്. The effect of the transaction can be evaluated only a similar transaction are placed in a particular place. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ദിവസം ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. അത് ഡിഫറൻ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുകയാണ്. ആ ഒരു ബുക്കിൽ എഴുതി വെച്ചതിനെ നമ്മൾ ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ ട്രാൻസാക്ഷനുകൾ, ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷനുകൾ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. അതിനാണ് ഒരു അക്കൗണ്ട് എന്ന് പറയുക. അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടി ഫോർമാറ്റ് എന്ന് പറയുന്നൊരു ഫോർമാറ്റ് വരുന്നത്. രണ്ട് രീതിയിൽ വരാം, വെർട്ടിക്കലുണ്ട്, ദെൻ ഇത് ടി ഫോർമാറ്റാണ്. അതായത് രണ്ട് സൈഡ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഡീറ്റെയിൽസ് വരുന്ന ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരും, ഡെബിറ്റും ആൻഡ് ക്രെഡിറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് പഠിക്കണം. അതിൻ്റെ ഒരു തരംതിരിവുണ്ട്. റിയൽ അക്കൗണ്ട് ഉണ്ട്. എന്താണ് റിയൽ അക്കൗണ്ട്? റിയൽ അക്കൗണ്ട് ഈസ് യൂഷ്വലി റെഫർഡ് ടു ആസ് എ പെർമനൻ്റ് അക്കൗണ്ട്. ആർ ദി അക്കൗണ്ട്സ് വിത്ത് ബാലൻസ് ക്യാരിഡ് ഓവർ ഫ്രം വൺ അക്കൗണ്ടിങ് ഇയർ ടു നെക്സ്റ്റ്. അതുതന്നെ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ക്യാരി ഫോർവേഡ് ചെയ്ത് പോകുന്ന എല്ലാ അക്കൗണ്ടുകളെല്ലാം മിക്കവാറും അക്കൗണ്ടുകളൊക്കെ നമ്മൾ ഒരു ഇയർ കഴിയുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തിടും. അത് ആ ഒരു ഇയറോട് കൂടി അവസാനിക്കും. എന്നാൽ ആ ഒരു വർഷത്തോടു കൂടി അവസാനിക്കാത്ത വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്ത് നിലനിർത്തുന്ന ചില അക്കൗണ്ട്സുകളുണ്ട്. ഇത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ക്ലോസ് ചെയ്യേണ്ടാത്ത അക്കൗണ്ട്സുകളെ റിയൽ അക്കൗണ്ട്സ് എന്ന് പറയാം. അസറ്റ് അക്കൗണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് അക്കൗണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓരോ വർഷവും ക്ലോസ് ചെയ്തിടുന്നതല്ല, അത് പിന്നീട് മാറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത്തരം അക്കൗണ്ട്സുകൾ നമുക്ക് റിയൽ അക്കൗണ്ട്സ് എന്ന് പറയാം. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദിസ് ആർ റിലേറ്റഡ് ടു ദി ഇൻഡിവിജ്വൽസ് ഓർ എൻറ്റിറ്റീസ് വിത്ത് വിച്ച് ബിസിനസ് ഹാസ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ അവരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നമ്മൾ എഴുതി വെക്കുന്ന അക്കൗണ്ട്സിന് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയാം. ദെൻ നോമിനൽ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് വിച്ച് ആർ നെയ്തർ പേഴ്സണൽ നോർ റിയൽ ആർ കാൾഡ് നോമിനൽ അക്കൗണ്ട്സ്. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ രണ്ടും അല്ലാത്ത അക്കൗണ്ട്സിനെ നമ്മൾ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയും. ദീസ് അക്കൗണ്ട്സ് ആർ റിലേറ്റഡ് ടു എക്സ്പെൻസ്, ഇൻകം, ലോസസ്, ഗെയിൻ എക്സെട്ര. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ വരുന്നതല്ല, വ്യക്തികളുമായി ബന്ധപ്പെട്ടതല്ല, വ്യക്തികളുടെ പേരിൽ വരുന്നതല്ല, അസറ്റിൽ വരുന്നതുമല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയാം. ഇതിനടുത്തത് അസറ്റ്. എന്താണ് അസറ്റ്? An asset is an economic resource that owned, controlled by the business, individuals, or is expected to provide future economic benefit. ജസ്റ്റ് മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചുള്ളൂ. അസറ്റ് എന്താണ് നമുക്ക് നന്നായി അറിയാം, എന്നാലും അതിൻ്റെ ഒരു മീനിങ് എഴുതാൻ നിങ്ങൾ പഠിച്ചു വെക്കുക.
ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, ലിക്വിഡ് അസറ്റ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ദെൻ വേസ്റ്റിംഗ് അസറ്റ് ഉണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ട്. ഇത്രയും കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഫിക്സഡ് അസറ്റ് എന്താണെന്ന് നമുക്കറിയാം. വളരെ ദീർഘകാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റുകളെ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. കറണ്ട് അസറ്റ് നമ്മൾ current assets are those assets that can be easily converted into cash within a short period of time. ഫിക്സഡ് അസറ്റ് നമുക്ക് ദീർഘകാലത്തേക്കുള്ളതാണ്, അത് പെട്ടെന്ന് നമുക്ക് ക്യാഷാക്കി മാറ്റാൻ സാധിക്കില്ല. എന്നാൽ കറണ്ട് അസറ്റ് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. ദീസ് അസറ്റ്സ് ആർ മീൻഡ് ഫോർ സബ്സിക്വൻറ്റ് കൺവേർഷൻ ഇൻ ടു ക്യാഷ്. എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അത് ഓൾറെഡി ക്യാഷായിട്ട് തന്നെയാണ്, അതൊരു അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ളതും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസറ്റാണ്. സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് മീൻസ് നമ്മൾ ബിസിനസ് സ്ഥാപനത്തിലുള്ള സ്റ്റോക്കാണ്. ദെൻ ബിൽസ് റെസീവബിൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള ബില്ലുകൾ, ക്യാഷ് കിട്ടാനുള്ള ബില്ലുകൾ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ്. ഈ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ അസറ്റുകളെയും ഈ രൂപത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ലിക്വിഡ് അസറ്റ്, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് ക്യാഷാക്കുമ്പോൾ ഒരു എന്താ പറയുക, വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷാക്കാൻ പറ്റുന്ന അസറ്റുകൾ തന്നെയാണ് ലിക്വിഡ് അസറ്റ്. അതായത് അത് ഓൾറെഡി ലിക്വിഡ് ആയിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും, അതിനാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് അസറ്റ്സ് ആർ അസറ്റ്സ് ഐദർ ഇൻ ദി ഫോം ഓഫ് ക്യാഷ്, ഒന്നെങ്കിൽ അത് ക്യാഷ് തന്നെ, വിച്ച് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്ത് മച്ച് ലോസ്. വലിയ പ്രയാസമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി എക്സെട്ര. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കാണുന്ന മറ്റൊരു അസറ്റാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റിനെ തന്നെയാണ് പറയുന്നത്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന അസറ്റുകളെ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. Tangible assets are those assets that can be touched and have to physical form. One can see and feel. Example, building, stock, furniture, etc. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. then ഇൻടാഞ്ചിബിൾ അസറ്റ് കൂടി ഉണ്ടാകും ബിസിനസ്സിൽ, അതും നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യേണ്ടി വരും. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ് ഹാവിങ് നോ ഫിസിക്കൽ ഫോം, കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. എക്സാമ്പിൾ ഗുഡ് വില്ല്, നമ്മൾ ഒരു അസറ്റായിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ ഡീല് ചെയ്യുന്ന ഒരു അസറ്റാണ് ഗുഡ് വില്ല്, അതിനൊരു എമൗണ്ട് ഒക്കെ ഉണ്ടാവും. ദെൻ ട്രേഡ് മാർക്ക് ഒരു അസറ്റാണ്, പാറ്റൻറ്റ് റൈറ്റ്സ് എക്സെട്ര. ഇതിനെക്കുറിച്ച് +2 പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ ചോദിക്കാം. ഓക്കെ. ദെൻ വേസ്റ്റിംഗ് അസറ്റ്. These are the type of fixed asset have value becomes exhausted and reduced to their usage and extraction. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് കുറഞ്ഞു പോകുന്ന അസറ്റുകളെ നമുക്ക് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ സച്ച് അസറ്റ്സ് ആർ മൈൻ, ഓയിൽ വെൽസ്, ക്വാറീസ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. Then fictitious asset. These assets are not assets in a real sense because no amount can be realized from these assets by fulfilling the accounting principle practices. These items are shown on the asset side of the balance sheet. Example, debit balance, profit and loss account, loss, then preliminary expenses, etc. Then liabilities. Liability means the amount which business is bound to pay either the owners or outsiders. ഓണർക്കോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സോ മറ്റുള്ളവർക്കോ കൊടുക്കാനുള്ളതിനെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു. ബിസിനസ്സിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്, അതിൻ്റെ ഓണറിൽ നിന്ന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. ബിസിനസ് ഒരു വ്യക്തിയും അതിൻ്റെ ഓണർ ഔട്ട്സൈഡറാണ്. ശരിക്കും ബിസിനസ്സിൽ നിന്ന് വിഭിന്നമായ ഒരു വ്യക്തിയാണ്. ബിസിനസ്സിൽ നിന്ന്
ബിസിനസ്സിലേക്ക് അദ്ദേഹം ഒരു ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് ക്യാഷ് വന്ന പോലെയാണ്. ബിസിനസ്സിൽ നിന്ന് ഓണർ വിഡ്രോ ചെയ്താൽ അയാൾക്ക് കടം കൊടുത്ത പോലെയാണ്. ബിസിനസ് സ്ഥാപനം അയാൾക്ക് കടം കൊടുത്ത പോലെയാണ്. ഇനി ഓണർക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് ലയബിലിറ്റിയും ആണ്. ദ എമൗണ്ട് പേയബിൾ ഓഫ് ബിസിനസ് ഔട്ട്സൈഡ് കാൾഡ് ദ എക്സ്റ്റേണൽ ലയബിലിറ്റി. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നു. അസറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ഫിക്സഡ് ലയബിലിറ്റി ഉണ്ട്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഉണ്ട്. എന്താണ് കറണ്ട് ലയബിലിറ്റി? കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ഷുഡ് ബി റീപെയ്ഡ് വിത്തിൻ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 1 year. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നു. അത് സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ അതിൽ വരുന്നു. ഫിക്സഡ് ലയബിലിറ്റിയോ ഇറ്റ്സ് എ പെർമനൻറ്റ് ലയബിലിറ്റി നോർമലി റീപേബിൾ ബിയോണ്ട് എ പീരിയഡ് ഓഫ് 1 year. അതിനുശേഷം കൊടുത്ത് വീട്ടിയാൽ മതിയാകുന്ന ലയബിലിറ്റികളെ നമുക്ക് ഫിക്സഡ് ലയബിലിറ്റി ആയിട്ട് കണക്കാക്കാം. ബാങ്ക് നിൽക്കുന്ന ഫിക്സഡ് ലോണുകളൊക്കെ ലോങ് ടേം ലോൺസൊക്കെ ഫിക്സഡ് ലയബിലിറ്റി ആക്കി നമുക്ക് കണക്കാക്കാം. Then contingent liability. In a simple words, contingent liability means a liability which may not arise in the future upon the happening or non-happening of an uncertain event in the future. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെ നമ്മൾ മുൻകൂട്ടി കാണുക. അതിനെ നമുക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയാം. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരും. Capital expenditure means the expenditure incurred in purchasing a long-term fixed asset for a permanent use in the business. It's also included the amount spent increase in the earning capacity of a fixed asset. For example, major repairs of a fixed asset. ക്യാപിറ്റൽ മേൽ നമുക്ക് വരുന്ന ചിലവ് എന്നർത്ഥം. അതായത് ഫിക്സഡ് അസറ്റിന്മേൽ വരുന്ന എന്തെങ്കിലും എക്സ്പെൻസ്. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. Revenue expenditure means the expenditure incurred to the day-to-day activities of a business. ബിസിനസ്സിൻ്റെ ഇൻകം തന്നെയാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ റവന്യൂ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Deferred revenue expenditure means the expenditure purely in the nature of our revenue, but the benefit of such expenditure is extended beyond the period of one accounting year. For example, heavy amount of advertisement expenditure. എക്സ്പെൻസ് തന്നെയാണ്. ഈ എക്സ്പെൻസ് നമ്മൾ ചിലവഴിക്കുന്ന തുകക്ക് വളരെ കാലത്തിന് ശേഷം കിട്ടുന്ന ബെനിഫിറ്റ് അപ്പോഴേ കിട്ടുള്ളൂ എങ്കിൽ അത് നമുക്ക് ഇപ്പോൾ എക്സ്പെൻസ് ആണ്. അതിന് നമുക്ക് ഡെഫേർഡ് എക്സ്പെൻസ് എന്ന് പറയാം. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ട് ഒരു വലിയൊരു സൈൻ ബോർഡ് വെക്കുക. അതൊരു വലിയ എക്സ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കും. അത് ശരിക്കും ഒരു ബിസിനസ്സിന് നഷ്ടം എന്ന രീതിയിലായിരിക്കും അതിനെ കാണുക. പക്ഷേ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും. Then capital receipts. Capital receipts means the amount received mainly by the way of raising capital. ഏതെങ്കിലും വിധേന നമ്മുടെ ക്യാപിറ്റലിന് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെയിൽ ഓഫ് അസറ്റിലൂടെ മറ്റോ ആവാം. അതിന് നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയാം. അതായത് നമ്മുടെ ആ ക്യാപിറ്റലിൻ്റെ കൂടെ ആ എമൗണ്ട് ആഡ് ചെയ്യും. ദെൻ റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റ്സ് മീൻസ് റിക്കറിങ് ഇൻകം മെയിൻലി ബൈ ദ വേ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് സർവീസ്. സാധാരണ അവിടെയുള്ള ബിസിനസ് ഡേ ടു ഡേ ഓപ്പറേഷൻസിലൂടെ അല്ലാതെ revenue receipt means incurring income mainly by the way of sale of goods and services. Indirect income like interest received, rent received, commission received, discount received, etc. These incomes are recurring in nature, therefore credited to trading account and profit and loss account every year. ബിസിനസ്സിലെ സാധാരണ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ കൂടെ നമുക്ക് കമ്മീഷനായിട്ടും മറ്റും കിട്ടുന്ന വരുമാനത്തെ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയാം. ഇതിന് ക്യാപിറ്റൽ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഓണർ കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. അതിന് ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ
ഒരു എമൗണ്ട് ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ അതിൽ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ടിനെ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന കുറച്ച് ക്യാഷ്. ഇപ്പോൾ നമ്മൾ ഒരു 1 crore rupeesൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ 75% ഫിക്സഡ് ക്യാപിറ്റലായിട്ടും ബാക്കി 25% എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ടും എടുത്തു വെച്ചാലാണ് ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ് സാധ്യമാവുക. സോ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, അത് നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യാനുള്ളതാണ്. ദെൻ ഡ്രോയിങ്സ് is the amount of cash, value or goods or asset taken by the businessman from his business for a personal use. ഏതെങ്കിലും ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷോ അല്ലെങ്കിൽ അസറ്റോ എടുക്കുകയാണെങ്കിൽ അത് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തണം. നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് ബിസിനസ്സെന്നും വ്യക്തിയും തമ്മിൽ എന്തെടുക്കുകയാണെങ്കിലും കടം വാങ്ങിയ പോലെ എഴുതിയിട്ട് പോകണം. നമ്മുടെ ഓൺ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എഴുതാതിരിക്കാനോ അതിനെ ട്രീറ്റ് ചെയ്യാതിരിക്കാനോ പറ്റില്ല. നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ബിസിനസ്സുമായിട്ട് നമ്മൾ കടക്കാരനാണ്. അപ്പോൾ ഡ്രോയിങ്സ് ഉണ്ടാവും. അത്രയും ടേംസ് നമ്മൾ അക്കൗണ്ടിങ് ഈ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. ദെൻ കം ടു ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്തൊക്കെ അക്കൗണ്ട്സുകളാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ ബുക്കാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് ജേണൽ. ജേണലിനെ കുറിച്ച് അറിയാം. ജേണൽ ഈസ് എ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇതിനെ ഒറിജിനൽ എൻട്രി എന്ന് പറയാനുള്ള കാരണം ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ട്രാൻസാക്ഷനിൽ ആദ്യം നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ബുക്ക് ജേണൽ എൻട്രിയാണ്. അതിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഇതാണ്: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. അതിൻ്റെ ഫോർമാറ്റ് കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡേറ്റും പർട്ടിക്കുലേഴ്സും കോളംസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്യാം. ജേണൽ എൻട്രി ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പ്രോബ്ലംസാണ് ചെയ്യാനുള്ളത്. ശരിക്കും വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. Thank you for listening. Goodbye.